ഹലോ, നമ്മുടെ ചെറിയ ബേബിയുടെ നൂലുകെട്ട് വ്ളോഗാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് നല്ല ഉറക്കത്തിലാണ്, എൻ്റെ ചെറിയ ബേബി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയിട്ടോ. രാവിലെ പൊങ്കാലയൊക്കെ ഇടണമല്ലോ, അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി. പിന്നെ ചെറുക്കുട്ടൻ ഉണർന്നു കഴിഞ്ഞ് അവന് ഫീഡൊക്കെ ചെയ്തിട്ട് അവനെ ഫ്രഷാക്കി. ഇന്നത്തെ നമ്മുടെ നൂലുകെട്ട് സ്റ്റാറാണിതാ കിടക്കുന്നത്. അപ്പം നമുക്ക് ഫ്രഷ് ആവാൻ കേട്ടോ. അപ്പം നമ്മൾ ഫ്രഷായിട്ട് വരാം. അങ്ങനെ അവനെ ഫ്രഷൊക്കെ ആക്കി അവൻ നല്ല ആക്റ്റീവായിട്ടൊക്കെ കിടക്കുമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് കരയാനൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ മാമി രാവിലെ വീടിൻ്റെ മുറ്റത്ത് കോലമൊക്കെ ഇട്ട് പൊങ്കാലയൊക്കെ ഇടാനുള്ളതല്ലേ, ഇപ്പോൾ തന്നെ അവൻ്റെ കരച്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയും കുഞ്ഞുങ്ങളെ നൂലുകെട്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരിക്കും എന്നൊക്കെ പറയും. അത് സത്യമാണെന്ന് തോന്നുന്നു. അവന് രാവിലെ തൊട്ടേ സ്വഭാവം മാറി ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ സൂര്യോദയത്തിന് മുന്നേ തന്നെ പൊങ്കാലയൊക്കെ ഇട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ലേറ്റായിപ്പോൾ. എൻ്റെ ബ്യൂട്ടീഷ്യനൊക്കെ അവിടെ വന്ന് നിന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. കുറച്ച് ഇവൻ്റെ ഒരു പ്രശ്നത്തിൽ ലേറ്റായിപ്പോയി. അപ്പോൾ പോയതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ മേക്കപ്പ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് സാരി ഡ്രേപ്പിങ്ങും ഹെയർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാനും മാമിക്ക് സാരി ഡ്രേപ്പിംഗ് ഉണ്ട്. അപ്പോൾ മാമി സാരി ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞ് അമ്മ ഡ്രേപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഡ്രേപ്പ് ചെയ്ത സമയത്ത് അമ്മ ഹെയർ സെറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവൻ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. ഇവനെ ഫീഡ് ചെയ്തു. വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇവൻ ആരുടെ കയ്യിൽ നിൽക്കത്തില്ല, എൻ്റെ കയ്യിൽ മാത്രമേ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തു. എൻ്റെ ഹെയർ സെറ്റ് ചെയ്ത് ഹെയർ സ്റ്റൈൽ ചെയ്ത് പൂ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ആരെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ എൻ്റെ ചെറിയമ്മ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എത്രയും സെറ്റ് ചെയ്തിട്ട് ഇവൻ ഭയങ്കര കരച്ചിലായിരിക്കുമോ, എനിക്കങ്ങ് ആകെപ്പല ടെൻഷനായിപ്പോയി. പിന്നെ ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം നല്ല രീതിയിൽ നടന്നു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മേളിൽ പോയി സ്റ്റേജ് എന്തൊക്കെയായി നോക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ പടുക്കെ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അവർ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് പോയി. പിന്നെ അവരെ വിളിച്ച് പറഞ്ഞു, അവർ വന്ന് പടുക്കയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കലങ്ങി തെളിഞ്ഞ് നല്ല രീതിയിൽ നടന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ അടിച്ച ടെൻഷൻ ഉണ്ടല്ലോ, കയ്യും കണക്കും ഇല്ല. എന്തോ ആരോ വെച്ച കണ്ണ് തീർന്നു എന്ന് പറയുന്ന പോലെയായിരുന്നു എൻ്റെ അപ്പോഴത്തെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം സെറ്റായിരുന്നു. സ്ക്രീനെല്ലാം ഓണായിരുന്നു. പിന്നെ നമ്മുടെ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് വാട്ടർമെലൺ ജ്യൂസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ചെറിയ ബേബിയുടെ ഫാദറിനെയും മദറിനെയും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഒരു ചെറിയ പനി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നൊരു കോളാണ്. സോ നമുക്ക് അത് രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്യാം. I invite Siddharth and Sridevi as Siddharth. അങ്ങനെ വല്ല വിധേന ഒരു 15 മിനിറ്റ്സിലായിരുന്നു വിനീത ചേച്ചി എന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫേസ് മേക്കപ്പ് എനിക്ക് നന്ദി എത്ര പറഞ്ഞാലും തീരില്ല കേട്ടോ. അടിപൊളിയായിട്ട് എൻ്റെ മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല സിമ്പിളായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ ചെറുക്കുട്ടൻ്റെ എൻട്രി ഒരു ഡാൻസോടുകൂടി ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ്റെ ആ സമയത്തെ കറണ്ട് ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നത് വേട്ടയൻ സിനിമയിലെ മനസ്സിലായോ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അപ്പോൾ അത് അവൻ ഈ കുത്തുപാട്ടുകളാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനൊരു ചേച്ചീനെ നേരത്തെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ നൂലായിട്ടൊക്കെ നല്ല രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോഴേ ഞാൻ ഈ ഡാൻസിൻ്റെ നമ്പറൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ബേബി വന്ന ഉടനെ തന്നെ അവരെ ഞാൻ കോൺടാക്ട് ചെയ്തു. ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞ് ഡേറ്റ് ഫിക്സ് ചെയ്ത ഉടനെ തന്നെ അവരുടെ എല്ലാം പറഞ്ഞ് എൻട്രി സോങ് മാത്രം ഞാൻ സജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ഒരു പ്രാക്ടീസൊക്കെ ചെയ്ത് എല്ലാ സ്പേസിൽ നല്ല രീതിയിൽ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്പേസ് കുറച്ച് കുറവായിരുന്നു. ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ഫങ്ഷൻ നടക്കും. എൻ്റെ ആ സമയത്തെ ഫീലിങ്സ് എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. എനിക്ക് മാത്രമല്ല, ചേട്ടനും എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ ഒരു ഡ്രീം മൊമെൻറ്റ് എൻ്റെ ബേബീനെയും കൊണ്ട് ഞാൻ നടന്ന് കയറിയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചുറ്റുള്ള ആരെയും ഞാൻ ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ ചേട്ടൻ പുറകെ വരണണ്ടാന്ന് പോലും ഞാൻ നോക്കിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് ത്രിൽഡ് മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് ആ ഒരു ഫീലിംഗ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബിക്കോസ് ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് എവറി ഹാപ്പിനെസ് എന്ന് പറയത്തില്ലേ, അതുപോലെ എനിക്ക് റീസൺ അല്ല, ഒരുപാട് റീസൺസ് ഉണ്ട്. എല്ലാവരുടെ മുന്നേയും എന്താ പറയുക, ഭയങ്കര പ്രൗഡ് മദറായിട്ട് എനിക്ക് അവനെ കൊണ്ട് കയറാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ ഒരു പട്ടാഭിഷേകത്തിന് ഒരു കുട്ടി രാജകുമാരനെ കൊണ്ടുപോകുന്ന ഒരു അമ്മറാണിയെ പോലെയായിരുന്നു എൻ്റെ മനസ്സിലപ്പോഴത്തെ സന്തോഷം എന്ന് പറയുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഐ വാസ് വെരി ഹാപ്പി അറ്റ് ദാറ്റ് മൊമെൻറ്റ്. പിന്നെ എന്താണ്, എൻ്റെ ഫാത്തിമ കുട്ടിയുടെ ആങ്കറിങ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ നേരത്തെ തന്നെ ഫാത്തിമ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആങ്കറിങ്ങിന് വരണം എന്നുള്ളത്. ഡെലിവറിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഡാൻസ് വേണ്ടാന്ന് വെച്ചിരുന്നു. വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കളിക്കുമായിരുന്നു. എന്തായാലും എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അങ്ങനെ നൂലുകെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ
ഒക്കെ നടക്കാനായിട്ട് എല്ലാ പ്രിപ്പറേഷനും ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ തലയിൽ മാത്രം ഉണ്ടായിരുന്നായിരുന്നു ഈ ഫുൾ ഈവൻറ്റിൻ്റെ ഓർഗനൈസിങ്. അതെനിക്ക് പറയാനൊരു മടിയില്ല, നമ്മൾ ചെയ്യണ കാര്യം നമ്മൾ തന്നെ പറയണമല്ലോ. അപ്പോൾ ഫുൾ ഓർഗനൈസിങ്ങും ഞാനാണ് ചെയ്തത്. കാരണം ചേട്ടൻ ബിസിനസ്സാണ്, അപ്പം ചേട്ടൻ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്. എല്ലാത്തിനും എനിക്ക് കട്ട സപ്പോർട്ടാണ് കൂടെ. പക്ഷേ ഒന്നിനും എൻ്റെ കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്യാൻ ആൾക്ക് സമയമില്ല എന്നുള്ളതാണ്. ബട്ട് ഐ എം വെരി ഹാപ്പി. എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് വലിയൊരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഫുള്ളി ഓർഗനൈസ് ചെയ്തത് ആരാണ്, ഫോട്ടോ എന്താണ് സംഭവം, ലൈവ് പ്രിൻറ്റിങ് ഉണ്ടെന്ന് പോലും ചേട്ടൻ അറിഞ്ഞില്ല. പിന്നെ വേറൊരു ഹാപ്പിയസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേരും ഈക്വലി ഷെയർ ചെയ്താണ് നമ്മുടെ മോൻ്റെ നൂലുകെട്ട് നടത്തിയത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതും എനിക്ക് പറയാൻ ഐ എം വെരി പ്രൗഡ് എന്നുള്ളൊരു കാര്യമാണ്. കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് പിടിച്ചപ്പോൾ എൻ്റെ ചെറുക്കുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം കരയുന്ന സമയത്ത് എനിക്ക് ആകെപ്പാടെ ശരീരമൊക്കെ തണുത്ത് കയറി. എന്നാലും ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ മോസ്റ്റ് ബ്യൂട്ടിഫുള്ളാണ്. ആസ് എ മദറായിട്ട് എൻ്റെ ഫസ്റ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ് അവൻ്റെ നൂലുകെട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ സമയത്ത് ആ വിഷമങ്ങൾ, എനിക്ക് അവൻ കരഞ്ഞ ആ ഒരു വിഷമമൊക്കെ ഞാൻ കടിച്ചമർത്തി ആ മൊമെൻറ്റ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇങ്ങനെ ഇന്നും കിട്ടൂല കേട്ടോ. അത്രയും ദിവസത്തിനിടയിൽ അവൻ ഇങ്ങനെ കീറി വിളിച്ച് കരയുന്നത് ഞാനിതുവരെ കേട്ടിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു, നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും.
ഭയങ്കര വിളിയും കാര്യങ്ങളൊക്കെ. അവൻ എല്ലാവരും കൂടെ അവനെ തൊട്ടപ്പോൾ എന്താണ് കാര്യം എന്ന് അവന് തന്നെ മനസ്സിലാകുന്നില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് അവൻ ഇത്രയും ഭയങ്കരമായിട്ട് കരയുന്നത്. അവനെ കൊണ്ട് പറ്റാത്ത രീതിയിൽ സ്ട്രെയിൻ എടുത്തൊക്കെ കരയുന്നുണ്ടായിരുന്നു. ഈ ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്, എപ്പോഴും എൻ്റെ ലൈഫിൽ എന്ത് സംഭവം ഇനി നടന്നിരുന്നാലും എന്ത് കാര്യം നടന്നിരുന്നാലും ഞങ്ങളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മാമ്മയെ തന്നെ ആയിരിക്കും. കാരണം എൻ്റെ അമ്മാമ്മയെ പോലെ എൻ്റെ കുഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രിപ്പയർ ചെയ്ത ഒരാൾ എൻ്റെ അമ്മ പോലെ സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് പ്രിപ്പയർ ചെയ്തിരുന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം അവനുള്ള മുണ്ട് അലക്കി വയ്ക്കുക, തുണികളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക, എല്ലാ കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുക, എല്ലാം സെറ്റ് ചെയ്ത് എന്ത് പറയാനാണ്, എല്ലാം പ്രിപ്പയർഡ് ആയിട്ടിരുന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാമ്മയാണ്. അപ്പോൾ അമ്മാമ്മ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്തൊരു വിഷമമായിരുന്നു. എൻ്റെ അനിയൻ അവന് വേണ്ടി വളയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് മോതിരം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചാൽ ഞാനും അറിയുന്ന കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ ഒരു കാര്യം അവൻ മോന് വേണ്ടി ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവനൊരു ഡ്രസ്സ് എടുത്തു തന്നാൽ എനിക്ക് ഹാപ്പിയാണ്. പക്ഷേ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ആ സമയത്ത് സങ്കടമാണ് കേട്ടോ വന്നത്. അവൻ്റെ ഒരു ഏജിൽ അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് അവനോട് സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ കൂടി. എനിക്ക് അപ്പൂപ്പൻ സ്റ്റേജിൽ കയറി വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു മൊമെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എനിക്ക് അപ്പൂപ്പൻ്റെ ഫേസിൽ നോക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അതിനുള്ള ഒരു സ്ട്രെങ്ത് എനിക്കില്ലായിരുന്നു. കാരണം അപ്പൂപ്പൻ കയറി വരുന്നതിന് മുന്നേ ഓടി വന്ന് അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മാമ്മ. അപ്പം ഭയങ്കര ഒരു മിസ്സിങ് ആണ്. ആ സമയത്ത് നമുക്കൊരു പോയിൻ്റ് ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ആ സമയത്ത് ബ്രേക്ക് ഔട്ടായി. അമ്മാമ്മയുടെ ആ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എനിക്കും അമ്മയ്ക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിൽക്കാനുള്ള ഏക ഒരു കാരണം നമ്മുടെ മോൻ മാത്രമാണ്. അമ്മാമ്മ പോയതിന് ശേഷം അമ്മയെ ഞാൻ ഇത്രയും സന്തോഷമായിട്ട് കണ്ടൊരു ദിവസം മോൻ്റെ നൂലേട്ടൻ്റെ അന്നായിരുന്നു കേട്ടോ. പിന്നെ അമ്മയുടെ സാരി മൊത്തത്തിൽ ടോട്ടൽ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അമ്മയുടെ സാരി നമ്മൾ ഏട്ടൻ്റെ നാട്ടിൽ വളകാപ്പിന് പോയ സമയത്ത് ഏട്ടനായിരുന്നു അമ്മയ്ക്കും മാമിക്കും എനിക്കൊക്കെ സാരി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വെറൈറ്റി കളറായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ഉടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയുടെ ടോട്ടൽ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ റിലേറ്റീവ്സാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് അവരുടെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരായിരുന്നു. അവൻ ഒരു വിധത്തിൽ മോതിരമൊന്നും ഇടാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ ഒരുപാട് പേരൊക്കെ പിന്നീട് കയ്യിലായിരുന്നു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. തട്ടത്തിൽ വെച്ചു. എൻ്റെ അനിയനൊന്ന് വളയിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. അവന് ഭയങ്കരമായിട്ട് കൈയൊക്കെ ഇട്ട് ഷെയ്ക്ക് ചെയ്തപ്പോഴത്തേക്കും പിന്നെ അവൻ വിചാരിച്ചു, ഞാനും പറഞ്ഞു ഇനി ഇടണ്ടെന്ന് പറഞ്ഞു. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മദർ-ഇൻ-ലോ ആണ് കേട്ടോ. അപ്പം പുള്ളിക്കാരി ഹസ്ബൻഡ് ഫാമിലി ആയിട്ട് ബഹ്റൈനിലായിരുന്നു. അപ്പം നൂലേട്ടിന് വരാനായിട്ട് പറ്റിയില്ല. അപ്പം ഇൻലോസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമുക്ക് നെയിം റിവീൽ ചെയ്യാം. നമ്മൾ ഇത്രയും നാളെ ചെറി ബേബി എന്ന് വിളിച്ചോണ്ടിരുന്ന
മോന്റെ പേര് അനേക് എസ് ഇട്ട. അനേക് വീട്ടിലെ ചെറിയ വിളി. പക്ഷെ എനിക്ക് ഇതുവരെ മനസ്സിലാത്ത ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ഡേ തൊട്ട് ചെറിയ ബേബി എല്ലായിടത്തും നിങ്ങളും അതൊക്കെ കേട്ടാണ്. സോ അതിന്റെ റീസൺ എന്തുവാ? അതിന്റെ റീസൺ ഒന്നുമില്ല. ഒരു സിനിമയിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ പറയുക, എനിക്കൊരു മോൻ വരികയാണെങ്കിൽ ചെറിയ വീട്ടിൽ വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഇട്ടതിന് ശേഷമാണ് ആ പേര് നല്ല ക്യൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ വാട്സപ്പിൽ അങ്ങനെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ആ ചെറിയുടെ സിമ്പിൾ, അതൊരു എൻ്റെ മോൻ്റെ പേര് പറയാതെ ഒരു സിമ്പിളിൽ തന്നെ എനിക്ക് എൻ്റെ മോൻ്റെ പേര് പറയാനായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഭയങ്കര ക്യൂട്ടാണെന്ന് തോന്നിയത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് ഫസ്റ്റ് ദിവസം എന്നെ വിളിച്ചിട്ട് ഒരാൾ പറയാം, ഫാത്തിമ എനിക്ക് വയ്യ, എനിക്ക് പനിയാണ്, ഉറപ്പിച്ചോ ഇതെനിക്ക് കൊറോണ, എനിക്ക് ടേസ്റ്റ് ഒന്നും കിട്ടണില്ല. ഞാൻ പറഞ്ഞു വേണ്ട നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇല്ല ഞാൻ ചെയ്യൂല. അവസാനം ദേ ആ കൊറോണയാണ് അതുകൊണ്ട് അവിടെ കിടന്ന് കരഞ്ഞത്. കരയിപ്പിച്ച് പാവം കൊച്ചിന്റെ പേരും നമ്മൾ കേട്ടു. സോ ഫ്രം ദ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് ആളെ ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും സ്ട്രോങ് ലേഡിയാണ്. എനിക്കൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് അറിയാം. ആൾ അപ്പൊ തൊട്ടൊരു കിഡിലൻ വുമൻ തന്നെയാണ്. അവരുടെ ഫാമിലി, സിദ്ധാർത്ഥയുടെ ഫാമിലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ശ്രീയുടെ ഫാമിലി ആയിക്കോട്ടെ, അവരവരുടെ മാക്സിമം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ സെറമണിയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സിദ്ധാർത്ഥന്റെ യോൺ കമ്പനി 20th കൊച്ചിയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇയോന്റെ എല്ലാ ആൾക്കാർക്കും ഞാൻ എന്റെ ബെസ്റ്റ് വിഷസ് പറയാണ്. സിദ്ധാർത്ഥന് എന്തെങ്കിലും പറയാനുണ്ടോ? അതെന്താ പറയാനില്ല, എല്ലാവരും കല്യാണം കല്യാണ സമയത്ത് ഞാൻ അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ സംസാരിപ്പിച്ചിട്ടേ ഉള്ളൂ. എപ്പോഴും കേൾക്കുന്നതാണ് സിദ്ധാർത്ഥന് വേണ്ടി കൂടെ ഫ്രീയാണ് സംസാരിക്കും. അങ്ങനെയൊന്നും ഇല്ലാട്ടോ, അതിന് നന്നായിട്ട് സംസാരിക്കും അല്ലേ? നന്നായിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. സോ ആളുടെ സക്സസും കൂടെയാണ്. ആൻഡ് ഓൾസോ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതും ഈ എന്റെ ചെറിയവാകയായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഞാൻ ഓരോ അനുഭവങ്ങളും അറിഞ്ഞ ഇത് റിട്ടേൺ ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. ലൈവ് ഫോട്ടോ പ്രിൻറ്റിങ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ നെയിം റിവീലിംഗ് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആക്കണമെന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതായിരുന്നു കേട്ടോ LED വോളിൽ റിവീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ സെയിം ടീമിൻ്റെ അടുത്ത് തന്നെ, തെലങ്കാനയിലുള്ളൊരു ടീമായിരുന്നു, അവരുടെ അടുത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് മോൻ്റെ പേരൊക്കെ അയച്ചു കൊടുത്ത് അവരായിരുന്നു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ സോങ്ങൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാത്തിമക്കുട്ടിയുടെ ആങ്കറിങ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഫുഡ് തുടങ്ങാനായിട്ട് 12 o'clock ആയിട്ടോ. അപ്പോൾ ആ സമയത്ത് ഡാൻസും ഫാത്തിമയുടെ ആങ്കറിങ്ങും ഉള്ളതുകൊണ്ടായിരുന്നു അത്രയും സമയം എല്ലാവർക്കും ബോറടിക്കാതെ പിടിച്ച് നിൽക്കാൻ പറ്റിയത്. പിന്നെ എൻ്റെ ഫാത്തിമയുടെ മെയിൻ എരാന്ന് പറയുന്നത് എൻ്റെ ചേട്ടനായിരുന്നു കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ മെറ്റർണിറ്റി ഷൂട്ടിൽ ഒരു റീലുണ്ടായിരുന്നു, ഇന്ന മിന്ന ടിക്ക. അപ്പോൾ അത് ഇട്ട സമയത്ത് ചേട്ടൻ എല്ലാത്തിനും പുറകിലോട്ട് മാറി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുറച്ച് ഇത്തിരി ആക്റ്റീവായിട്ട് കണ്ടപ്പോൾ എല്ലാവരും ചിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു സ്ക്രീനിലോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ചേട്ടനെ നല്ല രീതിയിൽ കളിയാക്കലുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യായിരുന്നു എന്നുള്ളതാണ്. അപ്പം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു. ആള് ഒരു ഡബിൾ ഹാപ്പി മോഡിലാണ് ഇപ്പം. വിചാരിച്ച പോലെ ഒരു മോനെയും കൂടെ കിട്ടിയതുകൊണ്ട്. ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്, അതായത് ഞാൻ മാരീഡ് അല്ല, ഇവൻ ദോ അവൻ എന്റെ ബേബി. പിന്നെ നമ്മൾ മഫിൻ ഹൗസിൽ ചെറിയ തീമിലൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറ്റ് ചോക്ലേറ്റ് ഫ്ലേവറിൽ. അതിൻ്റെ 2 കസിൻസ് പോയി വാങ്ങാനായിട്ട് പോയി കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഞാൻ എൻ്റെ ഫാത്തിമയുടെ ഉമ്മേനെ ഞാൻ കാണിച്ചു തരാം. ആൻറ്റി നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. ആൻറ്റിയുടെ ഒരുപാട് ടേസ്റ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെയാണ് എൻ്റെ ചെറിയ ബേബി വയറ്റിലിരുന്ന് വളർന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ ആൻറ്റിയുടെ ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇതെൻ്റെ അച്ഛൻ്റെ കസിൻ ബ്രദേഴ്സാണ്, ആലപ്പുഴയിലുള്ളതാണ് കേട്ടോ. അങ്ങനെ അവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഡാൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. ടോട്ടൽ 4 ഡാൻസ് ഉണ്ടായിരുന്നു. എൻട്രി ഡാൻസും കൂടെ ചേർത്ത് 4 ഡാൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് 3ാമത്തെ ഡാൻസാണ്. 2ാമത്തേതൊരു സിനിമാറ്റിക് കുറച്ച് മോഡൽ ടൈപ്പ് ഡാൻസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് നല്ല അടിപൊളി ഡപ്പാങ്കുത്ത് ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക് ഔട്ട് ആയ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് ആയ ഒരു പോയിന്റ്.
ഭയങ്കര ഒരു ഇമോഷണലായൊരു മൊമെൻ്റ് ആയിരുന്നു. ഇതെൻ്റെ ആൻറ്റിയുടെ ഫാമിലിയാണ് കേട്ടോ. പിന്നെ ഇത് വൈറ്റ് ചോക്ലേറ്റ് ഹോം മെയ്ഡ് ബ്രൗണി എൻ്റെ ഒരു ഫ്രണ്ടിനെ വിട്ട് ഞാൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ ഉമ്മ നന്നായിട്ട് ചെയ്യും. ഇനി നമ്മുടെ കേക്ക് കട്ടിങ് മൊമെൻ്റാണ്. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. പിന്നെ കേക്കിനേക്കാളും മോർ സ്വീറ്റർ ആയിരുന്നത് ആ ഒരു മൊമെൻറ്റ് തന്നെയാണ്. എൻ്റെ ബേബീനെ കയ്യിൽ വെച്ചിട്ട് അവൻ്റെ നൂലേറ്റിന് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ഒരു ഡ്രീം മൊമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് എവറി ഹാപ്പിനെസ് എന്ന് പറയുന്നത് പോലെ ഞാൻ വീണ്ടും പറയുകയാണ്, എന്ത് പറയുക, ചാൻസ്ലെസ് മൊമെൻ്റ് ആയിരുന്നു അത്. ബെൽ ബട്ടൺ അമർത്തുക. കേട്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അടുത്ത കേക്കും ബ്രൗണിയും ചോക്ലേറ്റും എല്ലാവരും കൊള്ളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഫുഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡാൻസ്. ഞാൻ ഫ്രണ്ടിലിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ നല്ല ഡപ്പാങ്കുത്ത് ഡാൻസാണ് ഭയങ്കര ഇഷ്ടം. അടിപൊളിയായിരുന്നു. പിന്നെ ഞാനും ചേട്ടനും പിന്നെ എന്തായാലും ഫംഗ്ഷനൊക്കെ നടത്തുമല്ലോ, നമ്മൾ കുറച്ച് കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഔട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഇമോഷണലായൊരു മൊമെൻ്റാണ്. നമ്മുടെ കൂടെ ഒരാളിവിടെ നിൽക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു. എല്ലാവരും അതൊക്കെ മറന്ന് ജീവിക്കണം, അല്ലെങ്കിൽ അതൊക്കെ മറന്നിരിക്കുകയാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ നമുക്കൊരു പോയിന്റ് എത്തുമ്പോഴേ പെട്ടെന്നാണ് നമുക്കതൊക്കെ ഓർമ്മ വന്ന് സഹിക്കാൻ പറ്റാതാകുന്നത്. ഇതെൻ്റെ ചേട്ടൻ്റെ ഇയോൺ ടീമാണ് കേട്ടോ. പിന്നെ ഇത് അമ്മയുടെ കസിനാണ് സിന്ധു ആൻറ്റി. മിക്കവാറും എൻ്റെ എല്ലാ വ്ളോഗിലും ഫാമിലി വ്ളോഗിലും ഉണ്ടായിരിക്കുന്ന ഒരാളാണ്. പിന്നെ ഇതൊക്കെ അമ്മയുടെ ഫാമിലിയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ബ്രൈറ്റ് ടു ബി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ അമ്മാമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ ബ്രൈറ്റ് ടു ബി വീഡിയോ ഒരുപാട് പ്രാവശ്യം ഞാൻ സ്ക്രീനിലിട്ടു. അങ്ങനെയെങ്കിലും എൻ്റെ അമ്മാമ്മയുടെ പ്രസൻസ് ആ ഒരു ഹാളിൽ വേണം എന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ മെനു ആണെങ്കിൽ ഹോട്ട് ആൻഡ് സോ ചിക്കൻ സൂപ്പ്, സ്വീറ്റ് കോൺ വെജ് സൂപ്പ്, ഫ്രൈഡ് റൈസ്, അപ്പം, ചപ്പാത്തി, പൊറോട്ട, നൂഡിൽസ്, പിന്നെന്താണ് ചിക്കൻ പെരട്ട്, ഗ്രേവി, ചിക്കൻ 65, പിന്നെ സാലഡ്, ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വെജിറ്റബിൾ സ്റ്റൂ, ഗോബി മഞ്ചൂരിയൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫംഗ്ഷൻ മാത്രം നമ്മൾ നടത്തിയാൽ പോരല്ലോ, ആളുകൾക്ക് കൊടുക്കുന്ന ഫുഡ് നല്ലതായിരിക്കണം എന്നുള്ളത് അതെൻ്റെ കല്യാണ സമയത്തും അച്ഛനൊക്കെ അങ്ങനെയായിരുന്നു. നമ്മൾ ചേട്ടനാണെങ്കിൽ അങ്ങനെയാണ്. അപ്പം നമുക്ക് നല്ല ഫുഡ് കൊടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു, ഫുഡ് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. ഞാനും ബേബിയും ചേഞ്ച് ചെയ്ത് എൻ്റെ ചേട്ടന് വേണ്ടി ഞാനൊരു ബ്രൗൺ ഷർട്ട് എടുത്തതാണ്. ആൾ 2 ആഴ്ചയിൽ കൂടുതൽ നാട്ടിലുണ്ടായിരുന്നത് കൊണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ച്, എൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ നല്ല കപ്പയും മീനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഫുഡൊക്കെ കഴിച്ച് ആൾ കുറച്ചും കൂടെ നല്ല വെയിറ്റൊക്കെ കൂടി ഷർട്ട് കറക്റ്റ് ആവാതായി. നമ്മളെല്ലാവരും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നൂലായിട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോവേണേ. അമ്മ എല്ലാം കെട്ടിപ്പറക്കി. അയ്യോ കോശാരി കെട്ടിപ്പറക്കി കൊണ്ടുവരാൻ എന്ത് ഇൻട്രസ്റ്റ് ആയിരുന്നു. എല്ലാം തൂക്കി എടുത്തോണ്ട് പോവാനാണ് വയ്യാതെ. എല്ലാം കാണിച്ചു കഴിഞ്ഞു. ഇത് എല്ലാ ഫംഗ്ഷനും നമ്മള് ഇടയ്ക്ക് വെച്ച് പാതി വഴിയിൽ ഓടിപ്പോയി. നീ ഇവന്റെ അടുത്ത് നിൽക്കുമ്പോ ഒന്നും നീ ചുമ്മാ എല്ലാത്തിനും അവനെ ടെൻഷൻ അടിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ഞിൻ്റെ ഫംഗ്ഷൻ നല്ല അടിപൊളിയായിട്ട് മംഗളമായിട്ട് നല്ല സൂപ്പറായിട്ട് നടത്തിയുള്ള സന്തോഷത്തിലായിരുന്നു ഞാനും ചേട്ടനും. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ചേച്ചിയോടാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളുണ്ട്. അപ്പോൾ ചേച്ചി നല്ല രീതിയിൽ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. സത്യം എൻ്റെ ആൻറ്റി ഇവിടെ ഇല്ലായിരുന്നു, ഗുജറാത്തിലൊക്കെ ആയിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഹെൽപ്പിന് വാവേനെ ഹാൻഡിൽ ചെയ്യാൻ ഒരാൾ വേണമായിരുന്നു. അപ്പം ചേച്ചി നല്ല രീതിയിൽ വാവേനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഫീഡിങ്ങിനായിരുന്നാലും എല്ലാത്തിനും ചേച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നൂലുകെട്ട് ഫംഗ്ഷൻ്റെ എഡിറ്റഡ് പിക്സ് ആയിട്ട് വരുന്നത്. എല്ലാം ഔട്ടൊക്കെ നല്ല
അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ ലുക്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കോൺഫിഡൻ്റ് ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബാബയായിരുന്നാലും ചേട്ടൻ്റെ എല്ലാം കളർ കോമ്പിനേഷൻ എല്ലാം ഫോട്ടോ ആയിട്ട് വന്നപ്പോൾ ഞാൻ ഡ്രീം ചെയ്തതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു ഫംഗ്ഷനാണ് എൻ്റെ ചെറിയ ബേബിയുടെ നൂലുകെട്ട്. ഫുൾ ഔട്ടും പിന്നെ നമ്മൾ ഇവൻ്റെ ഒരു ബോൺ ഡേയിലെ ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതെല്ലാം വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ബൈ.